അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, അതിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ഈ അക്കൗണ്ടിൻ്റെ ഉടമകൾ, സിഗ്നേറ്ററീസ്, ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ശ്രീ വീണ ടിയും രണ്ടാമത്തെ സിഗ്നേറ്ററി എന്ന് പറയുന്നത് സുനീഷ് എമ്മുമാണ്. വ്യക്തമായ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പണം നൽകിയത് വീണ വിജയൻ നൽകിയിരിക്കുന്നത് ഒരു പ്രോമിനൻറ്റ് പേഴ്സണുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്, അതായത് പ്രോമിനൻറ്റ് പേഴ്സൺ എന്ന് ആ ഓർഡറിൽ പറയുന്നത് ഒരു സംശയവുമില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ ബന്ധത്തിൻ്റെ പേരിൽ നൽകിയ പണമാണ് എന്ന് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അപ്ലൈഡ് ബോർഡ് കണ്ടെത്തി അത് എക്സ്പെൻഡിച്ചറായി അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡിസലവ് ചെയ്തിരിക്കുകയാണ്. മാത്യു കുഴൽനാടനു ശേഷം വീണ്ടും എക്സാലോജിക് വിഷയമുയർത്തി ഷോൺ ജോർജും അത് വീണ്ടും ഏറ്റെടുത്ത് പ്രതിപക്ഷവും ഇന്ന് രംഗത്തെത്തി. എക്സാലോജിക് വിഷയത്തിൽ എന്താണ് ഷോൺ ജോർജ് പറഞ്ഞതെന്ന് നമ്മൾ കേട്ടു. ഒരാഴ്ചയുടെ ആയുസ്സില്ലാതെ ചീറ്റിപ്പോയ രണ്ടാം ബാർ കോഴയ്ക്കും കോടതി ഇടപെടലിലൂടെ പൊളിഞ്ഞു പാളീസായ മാത്യു കുഴൽനാടന്റെ CMRL അഴിമതി കേസിനും ശേഷം ഇതാ പുതിയ വെളിപ്പെടുത്തലും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് അബുദാബി അക്കൗണ്ട് വഴി SNC ലാവ്ലിൻ, പ്രൈസ് വാട്ടർ കൂപ്പർ എന്നീ വിവാദ കമ്പനികൾ കോടികൾ നൽകി എന്നാണ് ഷോണിന്റെ ആരോപണം. ചോദ്യം ഇതാണ്, ഉണ്ടയില്ല വെടികളോ? വെൽക്കം ടു ദ ഡിബേറ്റ്. നമുക്കൊപ്പം അതിഥികളായി കോൺഗ്രസിൽ നിന്നും അനിൽ ബോസ്, ഇടത് നിരീക്ഷകൻ പ്രേംകുമാർ, രാഷ്ട്രീയ നിരീക്ഷകനായ ബിജു നായർ എന്നിവരും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം പ്രേംകുമാറിലേക്ക് അനിൽ ബോസ് അല്പസമയത്തുള്ളിൽ തയ്യാറാകും. പ്രേംകുമാർ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഒട്ടേറെ ആരോപണങ്ങൾ കേട്ടു. പല ആരോപണങ്ങൾക്കും ദിവസത്തിൻ്റെയോ, ചില ആരോപണങ്ങൾക്ക് ആഴ്ചയുടെയോ, ചില ആരോപണങ്ങൾക്ക് 2 ആഴ്ചയുടെയോ 1 മാസത്തിൻ്റെയോ ഒക്കെ ആയുസ്സാണ് ഉണ്ടായിരുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പല ആരോപണങ്ങളും പോയ വഴിക്ക് നമുക്ക് ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. ആരോപണങ്ങളുടെ ശബ്ദമോ പ്രതിധ്വനികളോ കേൾക്കുന്നതുമില്ല. അപ്പോഴാണ് ഷോൺ ജോർജിൻ്റെ ഒരു വരവ്. ഇപ്പോൾ ഷോൺ ജോർജ് ആരോപിക്കുന്നത് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന കമ്പനിക്ക് അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് വഴി ഈ SNC ലാവലിനും പ്രൈസ് വാട്ടർ കൂപ്പറും പോലെയുള്ള കമ്പനികൾ കോടികൾ നൽകി എന്നതാണ്. പക്ഷേ തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് ഷോൺ ജോർജിന് ഹാജരാക്കാൻ സാധിക്കാത്തൊരവസ്ഥയും ഉണ്ടാവുന്നു. വീണ്ടും ഇതെല്ലാം ഉണ്ടയില്ല വെടികളായി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഉണ്ടയില്ല വെടികൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇന്നൊക്കെ ഷോൺ ജോർജ് വിളിച്ചു പറഞ്ഞ സാധനത്തിനെയൊക്കെ ശുദ്ധ തോന്നിവാസം എന്നാണ് പറയേണ്ടത്. ശുദ്ധ തോന്നിവാസം. ഞാൻ അരുണിനോട് പറയട്ടെ, UAEയിലും കൂടെ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് നിങ്ങളുടേത്. ദയവേത് ഈ പേരുകൾ റിപ്പീറ്റ് ചെയ്ത് പറയാതിരിക്കുക. അതായത് എക്സാലോജിക് കൺസൾട്ടൻസ് എന്നുള്ള ഒരു കമ്പനി UAEയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കമ്പനിക്ക് ADCB ബാങ്കിൽ അക്കൗണ്ടും ഉണ്ടാവും. ആ അക്കൗണ്ടിലേക്ക് PWCയിൽ നിന്ന് ഫണ്ടും വന്നിട്ടുണ്ടാവും. പക്ഷെ അത് ലാവ്ലിൻ്റെ ഫണ്ടാണെന്നൊക്കെ അരുൺകുമാർ പറഞ്ഞാൽ ഒരു പക്ഷേ UAEയിൽ നിങ്ങളുടെ ട്രാൻസ്മിഷൻ വരെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഇതിന്റെ ഫാക്ട് എന്താണ്? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ആർക്കും അറിയുന്ന കാര്യമാണ്. എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. 2008 UK ആസ്ഥാനമായി തുടങ്ങിയ കമ്പനിയാണത്. ആ കമ്പനിയുടെ ഓരോ ഓഫീസ് ദുബായ് മീഡിയ സിറ്റിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ആ കമ്പനിക്ക് 2 ഓണർമാരാണുള്ളത്. ഒരാളുടെ പേര് നവീൻ കുമാർ എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് സാസൂൺ സാദിഖ് എന്നാണ്. മൊത്തം 5 ഓഫീസസ് ഉണ്ട് അവർക്ക്. UK അടക്കം 5 ഓഫീസസ് ഉണ്ട്. 5 ഓഫീസസിലും കൂടെ 400-ലധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് കമ്പനിയിൽ. സോഫ്റ്റ്വെയർ മേഖലയിൽ 10-12-ലധികം സെഗ്മെന്റിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഗ്ലോബലി എസ്റ്റാബ്ലിഷ്ഡ് ആയ മൾട്ടിനാഷണൽ കമ്പനീസ് അവരെ ക്ലയൻസ് ആണ്. അവരുടെ ആനുവൽ ടേൺ ഓവർ 2024-ലെ, അതായത് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 4500 കോടി രൂപയാണ്. 55.4 മില്യൺ US ആണ് ഈ കമ്പനിയുടേത്. ഈ കമ്പനി വേറെ 2 ആളുകളുടേതാണ്. 400-ലധികം ജോലിക്കാരുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയെ പറ്റിയിട്ട്, അതായത് പിണറായി വിജയന്റെ മകളെ പറ്റി പറയുന്നത് പോലെ ആ കമ്പനിയെ പറ്റി വേണ്ടാതിനെ പറഞ്ഞാൽ വിവരമറിയും എന്നാ ഞാൻ പറയുന്നത്. ഷാർജ സുൽത്താനെ പറ്റിയിട്ട് പണ്ട് വാർത്ത കൊടുത്തിട്ട് ഇവിടുത്തെ കുറച്ച് ചാനലുകൾ കുടുങ്ങിയിരുന്നു. അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. എക്സാലോജിക് എന്നുള്ളത് മാത്രമാണ് കോമൺ ആയിട്ടുള്ളത്. വീണ വിജയൻ തുടങ്ങിയ കമ്പനി 2014 ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് തുടങ്ങിയ ഒരു 1% കമ്പനിയാണ്. OPC ആണ്. അതാണ് നിങ്ങൾ പറയുന്ന CMMRL ആയിട്ടുള്ള വിഷയം. അതെന്തോ ആവട്ടെ, അതിന്റെ ഡീറ്റെയിൽസൊക്കെ പോവാം.
ഇപ്പം ഈ എന്താ പറയാ ഷോൺ ജോർജ് എടുത്തു കൊണ്ടുവന്നിരിക്കുന്ന സാധനം വേറെ ഒരു കമ്പനിയാണ്. അങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നേ. അത് വീണ വിജയന്റെതും വേറൊരാളുടെ പേരും പറയുന്ന ശുദ്ധ തോന്നിവാസമാണ്, തെമ്മാടിത്തരമാണ്. അത് ഞാൻ വരാം പ്രേംകുമാർ. ഈ ആരോപണം റിപ്പോർട്ടർ ചാനൽ ഓൺ ചെയ്യുകയോ റിപ്പോർട്ടർ ചാനൽ ശരിവെക്കുകയോ ചെയ്യുന്നില്ല. ഞങ്ങളുടെ അന്വേഷണത്തിലും പ്രേംകുമാർ പറഞ്ഞ കാര്യങ്ങളാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അനിൽ ബോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. UAE പറയാൻ സമയം ഉണ്ടാവില്ല എന്നാ ഞാൻ പറഞ്ഞത്. അതെ, ഇത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഷോൺ ജോർജ് ആണ്. അതിന്റെ ഉത്തരവാദിത്വം ഷോൺ ജോർജിനാണ്. റിപ്പോർട്ടർ ചാനൽ ഒരു ഉത്തരവാദിത്വവുമില്ല. ഇങ്ങനെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടയില്ല വെടികളായി ഉന്നയിക്കുകയാണോ രാഷ്ട്രീയ ചോദ്യം. പ്രേംകുമാർ, ഞാൻ പ്രേംകുമാറിലേക്ക് വരാം. അനിൽ ബോസ് നമുക്കൊപ്പം ചേരുന്നു. അനിൽ ബോസ്, പുട്ടവർത്തിയതാ എന്ന് അറിയാതെയാണോ ഈ പ്രതിപക്ഷ നേതാവ് ഷോൺ ജോർജ് ഒക്കെ കൊണ്ടുവരുന്ന ഇത്തരം വാചകമടികൾ എടുത്ത് അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെടുന്നത്? ഒരു നിമിഷം താങ്കളുടെ കൈകളിലുള്ള മൊബൈൽ ഫോണിൽ ഒന്ന് തിരക്കിയാൽ എക്സാലോജിക് കൺസൾട്ടിംഗ് ഏതാണ്, എക്സാലോജിക് സൊല്യൂഷൻ ഏതാണ്, ഈ രണ്ടു കമ്പനികളുടെയും ഭാരവാഹികൾ ആരാണ്, ഇവർ എത്ര വർഷമായി പ്രവർത്തിക്കുന്നു, ഇതിൽ ആർക്കാണ് ദുബായിലും അബുദാബിയിലും കൊമേഴ്സ്യൽ ബാങ്കിലും ഒക്കെ അക്കൗണ്ട് ഉള്ളത് എന്നത് തെളിവായി ലഭ്യമാകുമെന്നിരിക്കെ ഇതൊന്നും ചെയ്യാതെ ഷോൺ ജോർജ് എന്ന് പറയുന്ന BJPയുടെ പാളയത്തിലേക്ക് ചേക്കേറിയ ഒരു നേതാവിൻ്റെ മകൻ്റെ വാക്കുകൾ കേട്ട് മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പ്രതിപക്ഷം തരം താണു പോയത് എങ്ങനെയാണ് അനിൽ ബോസ്? ഞാൻ തരം താണോ അല്ലെ തരം ഉയർന്നോ എന്നുള്ളതൊക്കെ നമുക്ക് മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യാം. ഇവിടെ ഞാൻ എന്തായാലും പ്രൈസ് വാട്ടർ ഹൂപ്പറിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ എക്സാലോജിക്കിൻ്റെ ഒന്നും കമ്പനിയുടെ ഡയറക്ടറും അല്ല, ഞാൻ അതിൻ്റെ ഷെയർ ഹോൾഡറും അല്ല. അതുകൊണ്ട് ആ കമ്പനിയുടെ നയങ്ങളും പരിപാടികളും ഒക്കെ ഇപ്പോൾ ഇവിടെ സംസാരിച്ച ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ സ്നേഹിതൻ വാദിക്കുന്നത് പോലെ വാദിക്കേണ്ട കാര്യവും എനിക്കില്ല. ഷോൺ ജോർജ് എൻ്റെ പാർട്ടിയല്ല. ഷോൺ ജോർജ് പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. കേരളത്തിലെ ഒരു യുവജന സംഘടനയുടെ നേതാവായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ അദ്ദേഹം BJPയിലായിരിക്കാം. ഒരു രാഷ്ട്രീയവുമില്ലാതെ തരാതരം മാറ്റിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരള ഹൈക്കോടതി ശല്യക്കാരായ വ്യവഹാരിയെന്ന് വിധി പ്രസ്താവത്തിൽ പ്രതിപാദിച്ചവരുടെ അടക്കം ചുവടുപിടിച്ച് ഈ നാട്ടിൽ പ്രസ്താവന നടത്തിയ പിണറായി വിജയൻ എപ്പോഴാണ് ഈ ബോധോദയം ഉണ്ടാകുന്നത്? ഈ ഇടതുപക്ഷക്കാർക്ക് എപ്പോഴാണ് ബോധോദയം ഉണ്ടാകുന്നത്? ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ അത് ശരിയാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് വേണം, അത് പറയുന്നത് ആരാണ് എന്ന് പഠിച്ച് അവരെ വിശ്വസിക്കാൻ കൊള്ളുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടൊക്കെ തീരുമാനമെടുത്ത് എന്നാണ് ഈ കേരളത്തിന് ഉദാത്തമായ മാതൃകയായി വിജയൻ മാറിയത്? എനിക്കറിയാൻ ആകാംക്ഷയുണ്ട്. ഇപ്പം ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മാത്യു കോൾനാടൻ ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ സംസാരിച്ച വിഷയങ്ങൾ നമ്മുടെ മുൻപാകെ നിൽക്കുന്നു. നിലവിൽ ഈ കമ്പനിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഒറ്റ സമയത്ത് തന്നെ ആ കമ്പനിയുടെ വെബ്സൈറ്റ് കാണാതായത് നമ്മുടെ മുന്നിലുണ്ട്. ആ കമ്പനിയുടെ മെൻഡറെ സംബന്ധിച്ച് ഉള്ള പരാമർശത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രി സഭയിൽ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടതാണ്, വൈകാരികമായി കണ്ടതാണല്ലോ. അതുപോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആക്ഷേപമാണെങ്കിൽ അതിൻ്റെ ആദായനികുതി റിട്ടേണുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള, അതുകൂടാതെ SFIOയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അന്വേഷണങ്ങൾ എങ്ങും എത്താതെ പാതി വഴിയിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. രാജ്യം നേരിടുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ പോലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ CPMൻ്റെ കേരള നേതാക്കൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും BJPക്കെതിരെ BJP നേതൃത്വത്തിനെതിരെ സംസാരിക്കാത്തത് നാട് കാണുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിൽക്കുമ്പോൾ പറയുന്ന വ്യക്തി ആര് എന്ന് നോക്കി അവരുടെ സ്വഭാവ ശുദ്ധി നോക്കി നമുക്ക് കേസെടുക്കാൻ പറ്റുമോ? ഒരാൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നല്ലതാണോ എന്നുള്ളതല്ല പറഞ്ഞത് എന്താണെന്ന് മിനിമം അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വേണ്ടേ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ? ഇതാ ഒരു സാധനം കിട്ടിപ്പോയി, ഒരു BJP നേതാവ് ഒരു കാര്യം എന്തെങ്കിലും വിളിച്ചു പറയുന്നു, ഉടനെ തന്നെ പ്രതികരിക്കണം. എന്തൊക്കെ രാഷ്ട്രീയ പ്രസ്താവന! പ്രതിപക്ഷ നേതാവ് ഒരു BJP നേതാവിന്റെ വാക്കുകൾ കേട്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. രണ്ടും രണ്ട് കമ്പനിയല്ലേ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമെങ്കിലും, ഒരു തലമുടി നാരിഴയുടെ ബന്ധമെങ്കിലും ഉണ്ടെങ്കിൽ അനിൽ ബോസ് ആ പറഞ്ഞത് മനസ്സിലാക്കാം. ഇതാണോ പ്രതിപക്ഷ നേതാവിന്റെ ജോലി? BJP നേതാവ് പറയുക, അത് ഏറ്റെടുക്കുക, ഉണ്ടയില്ല വെടിയാണെന്ന് ബോധ്യമാവുക, ചീറ്റുക, ഒടുവിൽ രാത്രിയിൽ വന്നിരുന്നതിനെ താങ്കളെപ്പോലുള്ളവർക്ക് പ്രതിരോധിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുക. ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു അയോഗ്യതയായിട്ട് ഞാൻ കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ?
അല്ലല്ല, കോൺഗ്രസ് ഈ പാർട്ടിയുടെ നയം വിഷയങ്ങളിൽ പറയാൻ, ഐക്യജനാധിപത്യ മുന്നണിയുടെ നയം പറയാൻ ഏതെങ്കിലും എനിക്ക് ഒരു മനസ്സിലായി, നേതാവ്? താങ്കൾ പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായി. ഒരു ഭാഗത്ത് അതിന് മറുപടി പറയേണ്ടത് പ്രേംകുമാറാണ്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഇങ്ങനൊരു വിഷയം ഷോൺ ജോർജ് ഇത് ഉന്നയിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഷോൺ ജോർജിനോട് ചോദിച്ചാണ്, ഷോൺ ജോർജ്, താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും ആധികാരികമായ രേഖയുണ്ടോ? ഒരാധികാരിക രേഖയും ഷോൺ ജോർജിന് ആ സമയത്ത് വെളിപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് കോടതിയിൽ ഈ എക്സിബിറ്റിന്റെ വിവരം ചോദിച്ചപ്പോഴും ആ എക്സിബിറ്റിന്റെ വിവരം വെളിപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. പിന്നീടാണ് ഇത് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ രണ്ടും രണ്ട് കമ്പനിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് 2001 മുതൽ പ്രവർത്തനം ആരംഭിച്ച് UK അടക്കമുള്ള രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന ഒരു കമ്പനിയാണ് എക്സാലോജിക് കൺസൾട്ടൻസി. ഇവിടെ എക്സാലോജിക് സൊല്യൂഷൻസ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തൈക്കണ്ടി അല്ലെങ്കിൽ വീണ തൈക്കണ്ടി ഡയറക്ടറായിരിക്കുന്ന മറ്റൊരു കമ്പനി. ഇത് രണ്ടും രണ്ടാണ്. കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയാതെ പോയത്? ഷോൺ ജോർജിന്റെ കാര്യം വിട്ടേക്കൂ, അദ്ദേഹം ഇത്തരം ഉണ്ടയില്ലാ വെടികൾ പൊട്ടിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ആക്ഷേപമായിട്ട് മുന്നിലുണ്ട്. അത് ഉണ്ടയില്ലാ വെടിയാണോ അത് പൊട്ടുന്ന വെടിയാണോ എന്നൊക്കെ SFIയുടെ അന്വേഷണം വരുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇത് നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് പറയുന്നതിന് മുമ്പ് ഒരു മിനിമം ഗൃഹപാഠം ചെയ്യണ്ടേ? അല്ല, പ്രതിപക്ഷ നേതാവ് ഏത് വിഷയത്തിലും ഗൃഹപാഠം ചെയ്ത് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ഇറക്കുക. അതിനൊന്നും ഒരു തർക്കവുമില്ല. നമ്മളിവിടെ ഷോൺ ജോർജിന്റെ പ്രതിയായിട്ടല്ലല്ലോ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള വിവിധ വിഷയങ്ങളിൽ മേൽ കോടതി വ്യവഹാരമടക്കം തുടരുന്ന നിയമ പോരാട്ടങ്ങളടക്കം നടക്കുന്ന സന്ദർഭമാണ്. പല സന്ദർഭങ്ങളിലും പല ഏജൻസികളും, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികൾ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി ചെയ്യാത്ത സർവീസിന് പണം വാങ്ങിച്ചു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു നിൽക്കുന്ന സന്ദർഭമാണ്. ആ അന്വേഷണം അടക്കമുള്ള വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞാൽ അതിലെവിടെയാണ് തെറ്റ്? എനിക്ക് മനസ്സിലാകുന്നില്ല. തമ്മിലുള്ള ഇടപാടിൽ ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ MLA-യും നിങ്ങളുടെ നേതാവുമായ മാത്യു കുഴൽനാടൻ കോടതിയെ സമീപിച്ചപ്പോൾ കോടതി എന്താ പറഞ്ഞത്? ഒരു തെളിവുമില്ല, തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്നുള്ളതാണ്. എടുത്തുകൊണ്ട് പോയില്ലേ മാത്യു കുഴൽനാടൻ? എന്നിട്ട് വീണ്ടും എക്സാലോജിക്കുമായി പുതിയ കഥയുമായി വരിക, അതിനുശേഷം ഒരു ചർച്ചയുണ്ടാക്കുക, പൊതുമധ്യത്തിൽ നിർത്തുക, ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കുക. ഇതെന്താണ് ഉദ്ദേശം എന്നുള്ളതാണ് ചോദ്യം. അല്ല, എൻ്റെ ചോദ്യം, കേരളത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ കോടതി, വിജിലൻസ് കോടതി ആവട്ടെ മറ്റേതെങ്കിലും കീഴ്ക്കോടതി ആകട്ടെ, ഒരു കാര്യത്തിൽ ഒരു നടപടി സ്വീകരിച്ചാൽ അത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയത്തിൽ ഇത്തരമൊരു നടപടി വന്നാൽ അത് അവസാന വാക്കാണോ? കോടതിയുടെ നടപടി ചെയ്തു. അതിനെ സംബന്ധിച്ച് തുടർ നടപടികളും നിയമ പോരാട്ടങ്ങളുമായി പരാതിക്കാരൻ പോകുമല്ലേ? അന്തിമമായി തീർപ്പാകട്ടെ. വ്യത്യസ്തങ്ങളായ വീക്ഷണകോണിൽ നിന്ന് വ്യത്യസ്തമായ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളതും കണ്ടെത്തുന്നില്ല എന്ന് ഞങ്ങൾക്ക് ബാർക്കോഴ, രണ്ടാം ബാർക്കോഴ എന്നുള്ളത് വലിയ സംഭവമായി കൊട്ടിഘോഷിക്കുന്നു. ഒടുവിൽ ആ ബാർക്കോഴയുടെ ശബ്ദരേഖ തന്നെ പുറത്തു വന്ന സാഹചര്യത്തിൽ ആ ശബ്ദരേഖ പുറത്തുവിട്ട് അനിമോൻ തന്നെ മാറ്റി പറയുന്നു, പൈസ കൊടുത്തു എന്ന് പറയുന്ന അണക്കരയിലെ ബാറുടമ മാറ്റി പറയുന്നു. ഇന്ന് അന്വേഷണം എങ്ങും എത്താത്ത രീതിയിൽ ഒരു തെളിവുമില്ലാതെ നിൽക്കുന്നു. ബാർക്കോഴയ്ക്ക് ആയുസ് 5 ദിവസം. നിങ്ങൾ ഉയർത്തിയ എക്സാലോജിക്കിന്റെ ആയുസ് കോടതിയുടെ വിധി വരുന്നത് വരെ. നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചെമ്പിൽ സ്വർണം കടത്തി എന്ന് പറയുന്ന വിവാദത്തിന് കഷ്ടിച്ച് 1.5 മാസത്തെ ആയുസ്. ഇത് മാത്രമായി തീരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമേ. അങ്ങനല്ല. അത് അരുണിന്റെ താല്പര്യം, അരുണിന്റെ കണ്ടെത്തൽ, അരുണിന്റെ അഭിപ്രായം. അത് പ്രതിപക്ഷത്തിന്റെ രീതി അതല്ല. പ്രതിപക്ഷം ഏത് വിഷയം ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ കൃത്യമായ ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാരിന്റെ കീഴിലുള്ള ഒരു സെക്കൻഡ് അരുണ് ഞാനൊന്ന് പറയട്ടെ. ഞാൻ ഏതായാലും ആരെങ്കിലും പ്രതിക്ക് വേണ്ടി ന്യായീകരിക്കാൻ വന്നിരിക്കുമല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് ആരും പണം മേടിച്ചിട്ട് ഞാൻ വന്നിരിക്കുമല്ലോ. അപ്പം ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയുന്നത്, നിലവിൽ കേന്ദ്ര ഏജൻസികൾ അടക്കം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കേരളത്തിലേക്ക് അന്വേഷണത്തിന് വന്നത്. ആ കാര്യത്തിൽ അരുണിന് തർക്കമില്ലല്ലോ. ഈ പറഞ്ഞ ചെമ്പിൽ ബിരിയാണി ആണെങ്കിലും സ്വർണ്ണക്കടത്താണെങ്കിലും മറ്റേത് കാര്യത്തിനും വേണ്ടിയാണെങ്കിലും അന്വേഷണത്തിന് വന്നത് മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരമാണോ കേന്ദ്ര ഏജൻസികൾ വന്നത്? ആ കാര്യത്തിൽ താങ്കൾക്ക് തർക്കമുണ്ടോ? ആ മുഖ്യമന്ത്രിക്ക് നേരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഈ കേസുകളിൽ ഒന്നൊന്നായി അന്വേഷണം തൻ്റെ ഓഫീസിലും തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയിലും എത്തിയപ്പോൾ ഇതേ അന്വേഷണ ഏജൻസികളുടെ ഓഫീസുകളിലേക്ക് പ്രകടനം നടത്താൻ ആഹ്വാനം ചെയ്ത പാർട്ടിയുടെ നേതാവ് ആരാണ് പ്രകടനം നടത്തിയത്? ഏത് പാർട്ടിയാണ്, ഏത് മുന്നണിയാണ് പ്രകടനം നടത്തിയത്? ആ അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ആരാ? പറയണ്ടേ? അപ്പം നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വരുന്ന ഏജൻസി സുതാര്യമായ നടപടിക്രമങ്ങൾക്ക് പിന്തുണ കൊടുക്കേണ്ടതിന് പകരം വിളിച്ചു വരുത്തിയ ആളുകൾക്കെതിരെ പ്രതിഷേധം നടത്തുകയും ജാഥ നടത്തുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റാണ്. ശിവകുമാറിനെതിരെയും അന്വേഷണം നടത്തുമ്പോൾ നിങ്ങൾ എന്താ സഹകരിക്കാത്തത്?
ഞങ്ങൾ അന്വേഷണം സഹകരിക്കാതെ ആരും സഹകരിച്ചില്ല. രാഹുൽ ഗാന്ധി കേസിൽ മൊഴിയെടുക്കാൻ ഹാജരായില്ലേ? അതാണോ ഡി കെ ശിവകുമാർ ഹാജരായില്ലേ? രാഷ്ട്രീയമായി നിങ്ങളുടെ നിലപാട്? ഹാജരാകാത്തത് ഡി കെ ശിവകുമാറിന് സുതാര്യമായ നടപടിയാണ് എന്നതാണോ അനിൽ ബോസ് കോൺഗ്രസിന്റെ നിലപാട്? ജയിലിൽ കിടക്കുകയും ആ കേസിനോട് ഫൈറ്റ് ചെയ്ത് ഇ ഡി കോടതിയും സുപ്രീം കോടതിയും വരെ ഡി കെ ശിവകുമാറിനെ കുറ്റവിമുക്തനാക്കി അദ്ദേഹത്തിന് നല്ല നടപ്പ് കൊടുക്കുമ്പോൾ അരുൺ ഇവിടെ വന്നിരുന്നോണ്ട് ഡി കെ ശിവകുമാർ പ്രതിയാണെന്ന് പറഞ്ഞാൽ കേസ് അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്തായിരുന്നു? അനിൽ ബോസ് ഇപ്പോൾ പറയുന്ന കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുടെ സുതാര്യമായ അന്വേഷണം എന്ന നിലപാടാണോ കോൺഗ്രസിനുള്ളത്? രണ്ടും രണ്ടായിട്ട് നിങ്ങൾ കാണണം. എന്താണ് ഇതിന് രണ്ടും രണ്ടായിട്ട് കാണുമെന്ന് പറയുന്നത്? പ്രതിപക്ഷത്തെ ഇനി ഏത് നേതാവിനെയും, CPM-ന്റെ നേതാവിനെ ആണെങ്കിലും അനധികൃതമായി കേസെടുക്കുന്ന നടപടി വന്നാൽ അതിൻ്റെ അകത്ത് കോൺഗ്രസിന്റെ നിലപാട് സുതാര്യമാണ്. ഇവിടെ അതല്ല പ്രശ്നം. സംസ്ഥാനത്ത് ഒരു അഴിമതി നടക്കുന്നു എന്നതിന്റെ പേരിൽ ഒരു മുഖ്യമന്ത്രി, ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി, CPM-ന്റെ നേതാവ്, അദ്ദേഹം കത്തയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസികൾ വരുന്നത്. അത്രമേൽ സുതാര്യമായതുകൊണ്ടായിരിക്കുമല്ലോ കേന്ദ്ര ഏജൻസികൾ വന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നത്. പക്ഷേ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാകുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാവും. അത് നിങ്ങൾ കേരളത്തിന് പുറത്ത് നിങ്ങളുടെ നിലപാടാണ്, കേരളത്തിൽ വരുമ്പോൾ അത് വ്യത്യസ്ത നിലപാടായി മാറും. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന വിവാദങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല എന്നതല്ലേ വാസ്തവം? ഞാൻ വരാം താങ്കളിലേക്ക്. എനിക്ക് മറ്റൊരു അതിഥി കൂടി നമുക്കൊപ്പം ഉണ്ട്, ബിജു നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിജു നായരിലേക്ക് കൂടി പോകണം. ബിജു നായർ, നോക്കൂ, ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അടിസ്ഥാനമായുള്ള ഗൃഹപാഠം പോലും ചെയ്യാതെ ആരോപണം ഉന്നയിക്കുന്ന നേതാക്കളുടെ ആരോപണങ്ങൾക്ക് ആയുസ് ഒരു സൂര്യന്റെ പകൽ ദിവസം മാത്രമാണ്. ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ ഉണ്ടയില്ലാ വെടികൾ സമൂഹത്തിൽ ഉയർത്തുന്നത് കൊണ്ട് ആർക്കാണ് നേട്ടം? അതിവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന എന്താ, ഏറ്റവും അവസാനം വന്ന ആ ഒരു ആരോപണം അതിനെ ഒരു സ്ട്രോമാനായി മാറ്റിക്കൊണ്ട് അത് കഴമ്പില്ലാത്തതാണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് ഇവിടെ സ്ഥാപിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നത്? ഇക്കഴിഞ്ഞ രണ്ടാം തുടർഭരണം തൊട്ടുള്ള അതിനു മുമ്പുള്ള 5 വർഷക്കാലവും നമ്മളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടതു സർക്കാർ അഴിമതിയൊന്നും നടത്തിയിട്ടില്ല എന്നാണോ നമ്മൾ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ഒരിക്കലും നമുക്ക് യാതൊരു രീതിയിലുള്ള ഒരു വിധിയെഴുത്തിലേക്കും കടന്നു ചെല്ലുവാൻ കഴിയില്ല. കാരണം എന്താണ്? സ്വർണ്ണക്കടത്തിന്റെ കാലം തൊട്ട് ഇപ്പം നമുക്കറിയാം, സ്വപ്ന സുരേഷ് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു കേരള സർക്കാരിൻ്റെ. എന്നിട്ട് അവർ കോവിഡ് ലോക്ക്ഡൗൺ കാലത്താണ് ബാംഗ്ലൂരിലേക്ക് കടന്നു കളഞ്ഞത്. അത് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും പൂർണ്ണ പിന്തുണയോടുകൂടിയായിരുന്നു. എന്നിട്ട് അവർ ഒരു ശബ്ദരേഖ വരെ ഇറക്കുകയുണ്ടായി, മുഖ്യമന്ത്രിയെ വേട്ടയാടരുത് എന്നൊക്കെ. പിന്നീട് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും വന്ന് എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതേ സ്വപ്ന സുരേഷിന് രാഷ്ട്രീയ അഭയം കൊടുത്തത് ആരാണ് ബിജു നായർ? ഈ സ്വപ്ന സുരേഷ് ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ സ്വപ്ന സുരേഷിന് രാഷ്ട്രീയ അഭയം കൊടുത്തത് ആരാണ്? രാഷ്ട്രീയ അഭയം ആരും കൊടുത്തിട്ടില്ല. പക്ഷേ സ്വപ്ന സുരേഷിനൊരു ജോലി കൊടുക്കുകയുണ്ടായി. അത് സംഘത്തോട് ചേർന്നുള്ള ഒരു പ്രസ്ഥാനമാണ്. എന്ത് യോഗ്യതയുടെ പുറത്താണ് സ്വപ്ന സുരേഷിന് നിങ്ങൾ യോഗ്യത കൊടുത്തത്? നിങ്ങളുടെ ഏജൻസി തന്നെ സ്വർണം കടത്തി എന്ന് ആരോപിക്കുക മാത്രമല്ല, FIR-ൽ പ്രതി ചേർത്തിരിക്കുന്ന ഒരു കള്ളക്കടത്തുകാരിക്ക് നിങ്ങളുടെ സംഘത്തിലെ ഒരു സ്ഥാപനം ജോലി കൊടുത്തത് എന്ത് യോഗ്യത കണ്ടുകൊണ്ടാണ് ബിജു നായർ? അതിനേക്കാൾ മുമ്പ് നമ്മൾ ചോദിക്കേണ്ടത് സ്വപ്ന സുരേഷ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ട ഒരു പൊസിഷനിലേക്ക് വന്നത്? അവർ അതിനു മുമ്പ് വർക്ക് ചെയ്ത എല്ലാ കമ്പനികളിൽ നിന്നും വളരെ മോശപ്പെട്ട രീതിയിൽ ഉള്ള പ്രവർത്തനം കാരണം പുറത്താക്കപ്പെടുകയും കേസുണ്ടാക്കുകയും ഒക്കെ ചെയ്ത അവരെ ഇവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നമ്മുടെ ശിവശങ്കർ, അദ്ദേഹം വളരെ വ്യക്തമായി തന്നെയുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സ്വപ്നയെ നമ്മുടെ സർക്കാരിലെ വളരെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ഇതുപോലെയുള്ള അഴിമതികളുടെ കുട പിടിക്കുവാൻ വേണ്ടിയാണ്. കഴിയില്ല ബിജു നായർ. പക്ഷേ അപ്പോഴും ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിലുള്ള ബന്ധത്തിന്, വഴിവിട്ട ബന്ധങ്ങൾക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തുക? എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ നിങ്ങൾ ഇപ്പോഴും അന്വേഷണ ഏജൻസി പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കുന്നത്? ഒരു തെളിവിന്റെ ഒരു അംശമെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ശിവശങ്കറിനപ്പുറത്തേക്ക് സ്വർണ്ണക്കടത്ത് കേസുമായോ ലൈഫ് മിഷൻ കേസുമായോ കറൻസി കടത്ത് കേസുമായോ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ബിജു നായർ ഇന്നേ നിമിഷം വരെ? ഈ കേസുകളൊന്നും തള്ളിക്കളയപ്പെട്ട കേസുകളല്ല. ഇതിൽ
നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹം IT സെക്രട്ടറിയുമായിരുന്ന ആളാണ്, അദ്ദേഹം ജയിലിൽ വരെ കിടന്നിട്ടുള്ളതാണ്. ഇപ്പോഴും ആ കേസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കേസിന്റെ അന്വേഷണത്തെ തന്നെ അട്ടിമറിക്കുവാൻ പല കേന്ദ്ര ഏജൻസികളിലുള്ള CPIM ഫ്രാക്ഷനിലുള്ള ആളുകൾ വരെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. ബിജു നായർ, നമ്മളുടെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ CPM പാർട്ടി വിചാരിച്ചാൽ കുലുങ്ങുന്നതാണോ കേരളത്തിലെ അന്വേഷണത്തിന് വന്നിരിക്കുന്ന CBIയും NIAയും EDയും? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഒരു കേസ് അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ ഏതറ്റം വരെയും പോകുവാൻ മടിയില്ലാത്ത ഒരു പറ്റം സഹാക്കൾ ഇന്ന് കേരളത്തിൽ വളരെ വ്യക്തമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെക്രട്ടേറിയറ്റ് തീയിടാൻ പോലും അവർ തയ്യാറായത് നമുക്ക് മുന്നിലുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് രേഖകൾ ഇവർക്ക് കത്തിക്കുവാനുണ്ട്, ഒളിക്കുവാനുണ്ട്. ഇതൊക്കെ നാട്ടുകാർ ഇപ്പോൾ കേട്ടാ ചിരിക്കും. സെക്രട്ടേറിയറ്റിന് തീയിട്ട വാർത്തയും അവിടെ ഇലക്ട്രിക് സർക്യൂട്ട് എങ്ങനെയാണ് ഷോർട്ട് സർക്യൂട്ടായി വന്നതും എന്നുള്ളതൊക്കെ നമ്മൾ പുറം ലോകം അറിഞ്ഞതാണ്, ചർച്ച ചെയ്തത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഇതൊരു തമാശ ചർച്ചയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേട്ട ഒരുപാട് വിവാദങ്ങൾക്ക് ഇപ്പോൾ ഒരു തുമ്പുമില്ലാത്ത അവസ്ഥ എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, വിവാദങ്ങൾ ഉന്നയിച്ചവരെ പൊടിയിട്ട് കണ്ടുപിടിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. CMRL അഴിമതി കേസിനും ഒരു ആഴ്ച പോലും ആയുസില്ലാത്ത ബാർക്കോഴ കേസിനും ശേഷം ഒരു പകൽ പോലും ആയുസില്ലാത്ത മറ്റൊരു ആരോപണമാണോ ഇന്ന് ഷോൺ ജോർജ് ഉന്നയിച്ച എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനിക്ക് പ്രൈസ് വാട്ടർ കൂപ്പറും SNC ലാവലിനുമൊക്കെ സംഭാവന നൽകി എന്ന ആരോപണം? പ്രേംകുമാർ, നേരത്തെ കോൺഗ്രസ് പ്രതിനിധി അനിൽ ബോസ് സംസാരിച്ചിട്ട് താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു കമ്പനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം അത് ഉന്നയിക്കും. അത് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് എന്നാണ്. അതിപ്പോൾ ഉന്നയിക്കുന്ന ആളുടെ ചരിത്രം നോക്കിയല്ലോ പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ടത്. അല്ല, പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഇതാണെന്ന് പറയരുത്. കേരളത്തിലെ VD സതീശൻ നയിക്കുന്ന പ്രതിപക്ഷത്തിന്റെ പരിപാടി ഇതാണെന്ന് പറയാം. കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രാവിലെ 11 മണിക്ക് K സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തും. സുരേന്ദ്രൻ വിളിച്ചു പറയുന്ന വിഡ്ഢിത്തങ്ങൾ 3 മണിക്ക് രമേശ് ചെന്നിത്തല ഏറ്റെടുത്ത് പറയുമായിരുന്നു. ഇപ്പൊ അത് ആദ്യം ചെയ്യുന്നത് ഷോൺ ജോർജ് ആണ്. അതിനുശേഷം അത് VD സതീശൻ പറയുന്നു, അത്രയേ ഉള്ളൂ. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഓറൽ സെക്സ് ചെയ്യുന്നത് ഞാൻ കണ്ടുവെന്ന് ചാനലിൽ വന്ന് പറയുകയും അതിനുശേഷം അരുൺകുമാർ തന്നെ ചോദിക്കുന്ന സമയത്ത് അത് ഞാൻ കള്ളം പറഞ്ഞതാണ് എന്ന് ഒരു മടിയില്ലാതെ പറയുകയും ചെയ്ത PC ജോർജിന്റെ മകനാണ് എല്ലാ അർത്ഥത്തിലും ഷോൺ ജോർജ്. അഡ്വക്കേറ്റ് അനിൽ ബോസ് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയർ അല്ലേ നിങ്ങൾ? വീണ വിജയൻ തുടങ്ങിയ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. 2014 സെപ്റ്റംബർ 19 ഈ വിവരം അറിയാൻ നിങ്ങൾ CPM-കാരനാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ അറിയാം, MCയുടെ സൈറ്റിൽ കിട്ടും. ഷോൺ ജോർജ് പറയുന്ന കമ്പനി UK-യിൽ തുടങ്ങിയ വേറെ കമ്പനിയാണ്. ആ കമ്പനിക്ക് ADCB ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് പറയുമ്പം അത് ഏറ്റെടുത്ത് പറയുന്ന VD സതീശൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയേറെ വായിക്കുന്ന, ഇത്രയേറെ ഗൃഹപാഠം ചെയ്യുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്ത് നയിക്കുന്ന ഒരാൾ, നിങ്ങൾക്ക് ഒരു ലജ്ജയും തോന്നുന്നില്ലേ? ഒരു 5 മിനിറ്റ് സമയം മതിയല്ലോ. എന്റെയും നിങ്ങളുടെയും ടാക്സ് എടുത്തിട്ട് VD സതീശന്റെ ഓഫീസിൽ 30-ലധികം ആളുകൾ ജോലി ചെയ്യുന്നില്ലേ? ഒന്ന് നോക്കിച്ചുകൂടെ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത്? ഒന്നും മിണ്ടാതിരുന്നുകൂടെ? ഇതിനേക്കാൾ പ്രധാനമായിട്ട് വീണ വിജയൻ എന്ന് പറഞ്ഞ ആളുടെ പിതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരു രാഷ്ട്രീയ വിരോധം വെച്ച് ഒരു സ്ത്രീയെ, ഒരു ഓണ്ടർപ്രീനറെ എന്തടിസ്ഥാനരഹിതമായ കാര്യവും പറയാമെന്നുള്ള ഒരു ധൈര്യമുണ്ടല്ലോ. ഈ ചർച്ചയുടെ തംബ്നെയിൽ പോലും അവരുടെ ചിത്രവും എക്സാലോജിക്കിന്റെ പേരും കേരളയിലെ ചിത്രവുമാണ്. നമ്മൾ ചെയ്യുന്നത് എന്തുമാത്രം മനുഷ്യത്വരഹിതമായ കാര്യമാണെന്നറിയോ? എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ വീണ വിജയനായാലും പിണറായി വിജയനായിരുന്നാലും പ്രേംകുമാർ ആയിരുന്നാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അത് തന്നെയാണ് നമ്മൾ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ സമയത്തും പറഞ്ഞ അത് തന്നെയായിരുന്നു. ഖുറാനിലൂടെ സ്വർണം കടത്തിയിട്ടുണ്ട് എങ്കിൽ KT ജലീൽ അതിന് ഉത്തരവാദിയാണെങ്കിൽ KT ജലീലിനെ അറസ്റ്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള കൊറാബറേറ്റീവ് എവിഡൻസ് വേണ്ടേ? എവിടെ നിന്ന് സ്വർണം വന്നു എന്നറിയില്ല, എവിടേക്ക് പോയി എന്നറിയില്ല. ആകെ അറിയുന്ന ഒരു സ്വപ്ന സുരേഷും പിന്നെ ഈ ശിവശങ്കരൻ എന്ന് പറഞ്ഞ ആളും അവിടെ മുട്ടി നിൽക്കുകയായിരുന്നു. നമുക്ക് ഇപ്പോഴും അറിയണമെന്നുണ്ടെന്നേ ആരാണ് ഇത് കൊടുത്തുവിട്ടത്, എവിടേക്കാണ് പോയത് എന്നുള്ളത്. ഈ കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു തവണ കത്തിയ ഒരു വിഷയമായിരുന്നു SRIT എന്ന് പറഞ്ഞ കമ്പനി. സ്പീഡ് ക്യാമറ, AI ക്യാമറ, ഭയങ്കര കുംഭകോണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫേസ്ബുക്കിലും 1-2 ചർച്ചകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിണറായി വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യനും ഈ കമ്പനിയുടെ ഓണറും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നേ എനിക്ക് അറിയുമായിരുന്നുള്ളൂ. ഈ കമ്പനിയുടെ ഓണർ മധു നമ്പ്യാരുടെ അമ്മ മരിച്ച സമയത്ത് ഞാൻ പോയിരുന്നു ബാംഗ്ലൂരിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ. അപ്പോഴാണ് ഞാൻ അറിയുന്നത്
കേരളത്തിലെ വളരെ ഉന്നതനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഇമാതിരി വൃത്തികേടുകൾ വിളിച്ചു പറയാൻ നിൽക്കാത്ത ഞാനും അരുൺകുമാറും ഒക്കെ ആദരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ അടുത്ത ബന്ധുവാണ് ഇയാൾ. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, കാരണം ആ വിവാദത്തിൽ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു പറയുന്ന കോൺഗ്രസ്സുകാരുടെ സംസ്കാരമല്ല എന്റേത് എന്നുള്ളതുകൊണ്ട് അനിൽ ബോസിന് ഞാൻ പേഴ്സണലായി പറഞ്ഞു തരാം. പക്ഷെ എന്നിട്ട് ഞാൻ നമ്പ്യാരോട് ചോദിച്ചു, മധു നമ്പ്യാരോട്, അല്ല ഞങ്ങളെല്ലാവരും നിങ്ങളും പിണറായി വിജയനും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വിവരം ഒന്ന് പറയാമായിരുന്നില്ലേ? ആ മനുഷ്യൻ ചോദിക്കുക, അയ്യോ അതും ഈ കോൺട്രാക്ട് തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ലെന്നേ. അദ്ദേഹത്തിന്റെ വളരെ അടുത്തൊരു ബന്ധു കേരളത്തിലെ വളരെ സീനിയറായ കോൺഗ്രസ് നേതാവാണ്. ആണെന്നിരിക്കെയാണ് പിണറായി വിജയന്റെ ബന്ധുവാണ് SRITയുടെ മധു നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട് കേരളം മുഴുവൻ ഇവർ ബഹളം ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും തല്ല് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരടിസ്ഥാനവുമില്ലാതെ ഒരാൾക്കെതിരെ എന്തും പറയാം, എന്തും വിളിച്ചു പറയാമെന്നുള്ള ഒരു എന്താ പറയുക അമിതാധികാരമുണ്ടല്ലോ. ഇതിനെ നേരിടുന്നതിൽ കേരളത്തിലെ പോലീസ് ശരിയല്ലാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. നടക്കുന്ന ഒരു കേസാണിത്. അപ്പൊ SFIO അന്വേഷണം ക്ലോസ് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ബിജു നായർ പറയുന്നത്. ഈ പറയുന്ന എല്ലാ കേസുകളിലും അന്തിമ FIR ഇട്ടിട്ടില്ല. ഈ കേസിൽ എപ്പോൾ വേണമെങ്കിലും ഒരു പ്രതിയെ കൂടി കുറ്റപത്രം നൽകി എടുക്കാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും കേസ് ക്ലോസ് ചെയ്യാത്ത സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളിൽ ഇത്തരം ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാറായിട്ടില്ല എന്നതാണ് ബിജു നായരുടെയും ഒക്കെ നിലപാട്. ആരോപണങ്ങൾ അവസാനിപ്പിക്കേണ്ട, പക്ഷെ പിന്നെയും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടാവണം. ജർമ്മനിയിലോ അമേരിക്കയിലോ ഇറ്റലിയിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ വീണ എന്നുള്ള പേരുള്ള ഒരാളോ എക്സാലോജിക് എന്ന പേരിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ വകയിലാണെന്ന് പത്രസമ്മേളനം നടത്തുകയും അത് അപ്പൊ തന്നെ നിങ്ങൾ അനിൽ ബോസിനോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ എഡിറ്റോറിയൽ ബോർഡല്ല, നിങ്ങൾക്ക് റിസർച്ച് ഡെസ്ക് ഇല്ലേ? നിങ്ങൾക്ക് വെരിഫൈ ചെയ്തുകൂടെ? ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ആ ചോദ്യങ്ങൾ അനിൽ ബോസിനോട് ചോദിക്കേണ്ടി വരുന്നത് റിസർച്ച് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഷോൺ ജോർജിനെ ഓൺ ചെയ്യാൻ കഴിയാതെ പോകുന്നത്. ഇന്ന് ഷോൺ ജോർജിനെ തള്ളിപ്പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് കൊണ്ടാണ്. പ്രേംകുമാർ, ഞാനൊന്ന് അനിൽ ബോസിലേക്ക് പോയി വരാം. അനിൽ ബോസ്, നോക്കൂ, ഇങ്ങനെ പോയാൽ കുമാരനാശാനും വീണ വിജയനും തമ്മിൽ ബന്ധമുള്ളവരെ പറഞ്ഞു വയ്ക്കുമല്ലോ. അങ്ങനെ പറഞ്ഞാൽ പോലും അത് ഏറ്റെടുക്കുന്ന ഒരു പ്രതിപക്ഷമാകുമോ? കാരണം കുമാരനാശാന്റെ വീണപൂവും ഈ പറയുന്ന വീണ വിജയനും തമ്മിൽ ബന്ധമുണ്ടെന്നൊരു ആരോപണം ഒരാൾ ഉന്നയിച്ചാൽ കണ്ണും പൂട്ടി അത് ഏറ്റെടുക്കും നിങ്ങൾ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു ഒന്നാം പിണറായി ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഈ ചർച്ചയിൽ പറയുകയാണ്, ഒന്നാം പിണറായി വിജയത്തിനെതിരെ ഞങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചു. ഞങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചിട്ടാണോ EP ജയരാജൻ വ്യവസായ വകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെച്ചത്? കേൾക്കട്ടെ, ഒന്ന് പറഞ്ഞു തന്നെ. നിങ്ങൾ ക്ലീൻ ചിറ്റ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും. നിങ്ങളുടെ പാർട്ടിക്ക് സ്വാധീനമുള്ളതുകൊണ്ടും ഭൂരിപക്ഷമുള്ളതുകൊണ്ടും നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കൂ, ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ മര്യാദ കാണിക്കൂ. നിങ്ങൾ എന്തെല്ലാം കടത്തി പറഞ്ഞു. ഞാൻ കടത്തി പറഞ്ഞപ്പോഴും ഞാനിവിടെ കേട്ടിരിക്കുകയല്ലായിരുന്നു. അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ലാതെ കൊണ്ടാണ് ഞാൻ കേട്ടിരുന്നത്. അപ്പം ഞാൻ സംസാരിക്കട്ടെ. അപ്പം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് EP ജയരാജൻ ബന്ധുനിയമനം നടത്തിയെന്ന് കൊണ്ടുവന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മന്ത്രി രാജിവെക്കേണ്ടി വന്നു. 1. 2, സ്ത്രീ വിഷയത്തിന്റെ പേരിൽ AK ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി രാജിവെക്കേണ്ടി വന്നു. പ്രതിപക്ഷം ഏറ്റെടുത്ത വിഷയങ്ങളാണ് ഇതൊക്കെ. 3ാമതൊരു മന്ത്രി കയ്യേറ്റത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പല നടപടികളും തീരുമാനങ്ങളും ആഴക്കടൽ മത്സ്യബന്ധനം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം നിങ്ങൾക്ക് U-ടേൺ എടുക്കേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതും തോക്കുന്നതും ഒക്കെ വേറെ കാര്യം. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം കൊണ്ടുവന്ന വിഷയങ്ങളിലൊക്കെ തന്നെയും പദ്ധതികളിൽ നിങ്ങൾക്ക് U-ടേൺ എടുക്കേണ്ടി വന്നു. മന്ത്രിമാർ രാജിവെക്കേണ്ടി വന്നു. നിങ്ങൾക്ക് സർക്കാർ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട്, കരുത്തുള്ളത് കൊണ്ട് നിങ്ങൾ അവർക്കൊക്കെ ക്ലീൻ ചിറ്റ് നടത്തി നിങ്ങളുടെ പാർട്ടിയിലോ ഗവൺമെന്റിലോ ഒക്കെ വീണ്ടും സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതിന് ഞാൻ എതിർക്കുന്നില്ല. ഇപ്പോൾ ഈ ഗവൺമെന്റ് വന്നു. ഈ ഗവൺമെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടെന്നേ ഞങ്ങൾക്കറിയാം. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടെന്ന്. ഇത് തന്നെയാണ് ഡൽഹിയിൽ നരേന്ദ്രമോദിയും പയറ്റുന്നത്. അവർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട്. ഒരു മുന്നണിയിൽ മറ്റൊരു പാർട്ടിയുടെ സഹായമില്ലാതെ ഈ ഗവൺമെന്റിനെ കൊണ്ടുപോകാമെന്നുള്ള ദാർഢ്യമാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്കും കേരളത്തിൽ പിണറായി വിജയനും ഉള്ളത്. അപ്പൊ പിണറായി വിജയനെതിരെ പറയുന്ന ആരോപണം, ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. പ്രേംകുമാറിന് ഒരു ആക്ഷേപം ഈ ഗവൺമെന്റിനെതിരെ ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ, വ്യാജമായി പരാതി ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ പോലീസ് ആക്ട് ചെയ്യുന്നില്ല. പോലീസ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ പിണറായി വിജയനോട് പോയി രാജിവെക്കാൻ പറ. മിസ്റ്റർ പ്രേംകുമാർ, പിണറായി വിജയനോട് പോയി രാജിവെക്കാൻ പറ പോലീസ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ. താങ്കൾ പറഞ്ഞതാണ് ഈ ചർച്ചയിൽ. ഞാൻ പോലും അങ്ങനെ പറഞ്ഞില്ല. ഗവൺമെന്റിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ നിരന്തരം ആരോപണം ഉയർന്നു വരുമ്പോൾ ഈ ആരോപണം ഉന്നയിച്ച
നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് ബന്ധമില്ലാത്ത സംഘിയുടെ ആളാണ് എന്ന് നിങ്ങൾ ചിത്രീകരിക്കുന്ന സ്വപ്ന സുരേഷ്, ആ സ്വപ്ന സുരേഷ് എന്തുകൊണ്ട് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു? നിങ്ങൾക്ക് കേസെടുക്കാൻ പാടില്ലായിരുന്നു? നിങ്ങൾക്ക് എന്തെല്ലാം നിയമ നടപടിക്രമങ്ങൾ സ്വീകരിക്കാമായിരുന്നു? അവർക്ക് യോഗ്യതയില്ലെങ്കിൽ എങ്ങനെ സർക്കാരിന്റെ ഭാഗമായ ഏജൻസി വഴി അവർക്ക് ജോലി കിട്ടി? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അവരെങ്ങനെ കയറി ഇറങ്ങി? കോൺസുലേറ്റിൽ എങ്ങനെ ജോലി ചെയ്തു? മുഖ്യമന്ത്രിയുടെ വീട്ടിൽ എങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികളുമായി അത്താഴം കഴിച്ചു? അപ്പോഴൊന്നും മുഖ്യമന്ത്രിക്ക് അറിയാമല്ലേ? വിജിലൻസ് സംവിധാനം മുഴുവൻ പിണറായി വിജയനിലല്ലായിരുന്നോ? അല്ലേ? അദ്ദേഹത്തിനൊക്കെ അറിയാമായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ എല്ലാ ഏജൻസികളും തന്റെ കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന ഒരു പാർട്ടിയെ കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് പലതും ഈ രാജ്യത്ത് സാധിക്കുമെന്ന് മോഡിയും പിണറായി വിജയനും ഒരേ തൂവൽ പക്ഷികളെ പോലെ കാണിച്ചുകൊണ്ടിരിക്കുക. അതിനെതിരെയാണെന്നേ ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അനിൽ ബോസ് നോക്കൂ, അതിൽ തെളിവിന്റെ വസ്തുതയുടെ ഒരു കണികയെങ്കിലും വേണ്ടേ എന്നാണ് പ്രേംകുമാർ ചോദിക്കുന്നത്. സ്വാഭാവികമായും സംശയമുണ്ടാവും. ഇത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന വിഷയമല്ലേ അനിൽ ബോസ്? ഇങ്ങനെ രാവിലെ കെ സുരേന്ദ്രൻ ഒരു പത്രപ്രസ്താവന നടത്തുന്നു, പ്രതിപക്ഷ നേതാവ് അതിൽ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ഷോൺ ജോർജിന് പത്രപ്രസ്താവന നടത്തുന്നു, അത് പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കുന്നു. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ മാറേണ്ടതുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ന്യൂസ് ചാനലുകളിൽ വ്യത്യസ്തങ്ങളായ ചാനലുകളുണ്ട്. ആദ്യം ചില ചാനലുകൾ ന്യൂസ് ബ്രേക്ക് ചെയ്യും, തൊട്ട് പുറകെ നിങ്ങളുടെ ചാനൽ ഏറ്റെടുത്താൽ അത് തെറ്റാണോ? വസ്തുതയില്ലാത്ത വിഷയം ഞങ്ങൾ ഏറ്റെടുക്കില്ല. വസ്തുതയില്ലാത്ത വിഷയങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കില്ല. സ്വാഭാവികമായും ആരോപണങ്ങൾ അത് പൊതുജന മധ്യത്തിൽ എത്തിക്കുക എന്നുള്ളത് മാധ്യമധർമ്മമാണ്. പക്ഷെ അത് ആരോപണങ്ങൾ എന്ന നിലയിൽ മാത്രമാണ്. ഷോൺ ജോർജിന്റെ വാർത്തയിൽ ഞങ്ങൾ ട്വീറ്റ് ചെയ്തത് ഷോൺ ജോർജിന്റെ ആരോപണം എന്ന പേരിൽ തന്നെയാണ്. ഷോൺ ജോർജ് പൊതുമധ്യത്തിൽ വന്ന് ഇങ്ങനൊരു വിഷയം ഹൈക്കോടതിയിൽ ഉപഹർജിയായി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതൊരു വാർത്തയാണ്. പക്ഷേ ആ വാർത്ത പരിശോധിച്ചു വരുമ്പോഴാണ് ആ ഉപഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കമ്പനിയും ഈ എക്സാലോജിക് സൊല്യൂഷൻ എന്ന കമ്പനിയും രണ്ടും രണ്ടാണെന്ന് ബോധ്യമാവുന്നത്. അത് പൊതുസമൂഹത്തോട് പറയുക എന്നതാണ് മാധ്യമധർമ്മം. അത് ഞങ്ങൾ പറയുന്നു. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു ബാധ്യത പ്രതിപക്ഷ നേതാവിനില്ലേ? ഷോൺ ജോർജിന്റെ പ്രതികരണം നിങ്ങൾ ഏറ്റെടുക്കുന്നത് എന്തിന്? വസ്തുതയില്ലെങ്കിൽ. അല്ല എന്റെ ചോദ്യം അരുൺ, ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയോ ഒന്നും അല്ലല്ലോ. വേറെ പല ചാനലുകളിലും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ചാനലുകളും ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ ആ ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് ഒരു കോടതിയുടെ അന്വേഷണ ഏജൻസികളുടെ വിധി പ്രസ്താവത്തിന് ശേഷമാണോ നിങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നത്? അതല്ല, സ്വാഭാവികമായി നോക്കൂ, ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെയാണോ പ്രതിപക്ഷ നേതാവ് വസ്തുതയില്ലാത്തൊരു വിഷയം പൊതുജന മധ്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ആവശ്യപ്പെടുന്നത്? മുഖ്യമന്ത്രിക്കെതിരെ അവാസ്തവമായ കാര്യം ഒരു നേതാവ് പ്രചരിപ്പിച്ചാൽ അത് ഏറ്റെടുക്കുകയാണോ പ്രതിപക്ഷത്തിന്റെ ധർമ്മം? ഞാൻ ചോദിച്ചല്ലോ, താങ്കൾ അതിലേക്ക് എന്താ വരാഞ്ഞത്? ഒരു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രസ്താവന എന്താ? അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ചെയ്ത ഏക സ്റ്റേറ്റ്മെന്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മറ്റൊരാളുമായി ചേർന്ന് വിദേശത്ത് അക്കൗണ്ട് ഉണ്ട് എന്നൊരു ആരോപണം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ടിലല്ല, അതൊരു ആരോപണമായി BJP അനുഭാവിയായ ഒരു നേതാവ് പ്രകടിപ്പിക്കുമ്പോൾ അത് അന്വേഷിച്ചു വേണ്ടേ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ കൂട്ടുചേരാനും കക്ഷി ചേരാനും? ഞാൻ ചോദിക്കുന്നത് അതേ ചോദ്യം ആരോട് ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശല്യക്കാരിയായ വ്യവഹാരി എന്ന് വിശേഷിപ്പിച്ച ഒരാളുടെ പരാതി ഏറ്റെടുത്ത് കേരളം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിച്ച ആളുടെ പേരാണ് വിജയൻ. അത് മനസ്സിലായോ? കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ച ആളുടെ പേരാണ് വിജയൻ. അന്ന് അരുൺ എവിടെയായിരുന്നു? ആ ശല്യക്കാരിയായ വ്യവഹാരിയെ ശല്യപ്പെടുത്തിയ നേതാക്കളുടെ പേര് ഞാൻ പറയണോ അനിൽ ബോസ്? ആ ശല്യക്കാരിയെ വ്യവഹാരിയെ രാത്രി സമയത്ത് വിളിച്ച് ശല്യപ്പെടുത്തിയ നേതാക്കളുടെ പേര് ഞാൻ പറയണോ അനിൽ ബോസ്? അത് നിങ്ങൾ പറ, തെളിവുണ്ടോ? ധാരാളം തെളിവുകളുണ്ട്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ പൊതുജന മധ്യത്തിലുണ്ട് ആ തെളിവുകൾ. ആ കോൾ റെക്കോർഡ്സുകൾ പൊതുജന മധ്യത്തിലുണ്ട്. ആ കോൾ റെക്കോർഡ്സുകളെല്ലാം പൊതുജന മധ്യത്തിലുണ്ട്. ഈ ശല്യക്കാരിയെ വ്യവഹാരി തന്നെ പല ഘട്ടങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഏജൻസിക്ക് മുന്നിലുണ്ട്. ശിവരാജൻ കമ്മീഷന്റെ തെളിവായി മൊഴികളിലുണ്ട്. അല്ല, ഞാൻ നിങ്ങളുടെ ചാനലിന്റെ സഹപ്രവർത്തകരുടെ പേരുണ്ടല്ലോ അതിന്റെ അത്. എന്റെ ചാനലിലെ സഹപ്രവർത്തകന്റെ പേരില്ല. എന്റെ ചാനലിലെ സഹപ്രവർത്തകന്റെ പേരില്ല അനിൽ ബോസ്. അത് ആത്മധൈര്യത്തോടു കൂടി പറയാൻ പറ്റും, ചങ്കൂറ്റത്തോടു കൂടി. എന്റെയോ എന്റെ ചാനലിലെ സഹപ്രവർത്തകരുടെയോ പേര് അതിനകത്തില്ല. വളരെ കൃത്യമായി ഇത് കേൾക്കൂ. കേരളത്തിൽ ഈ വിവാദം ഉയർന്നു വന്നപ്പോൾ വളരെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, ബഹുമുഖമായിട്ടുള്ള പാർട്ടി നേതാക്കൾ, മാധ്യമ പ്രവർത്തകർ, ബഹുമുഖമില്ല. ശ്രീ അനിൽ ബോസ്,
അങ്ങനെ അതിൽ നീതി ഒരു വേണ്ടേ? പാർട്ടിയിൽപ്പെട്ട ഒരേ നീതി നേതാക്കളുടെ പേരുകൾ മാത്രമാണ് ലിസ്റ്റിൽ കണ്ടത്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്. ആ വിഷയത്തിൽ എനിക്ക് വ്യത്യസ്തമായ അതല്ലേ അഭിപ്രായമാണുള്ളത്. അതൊരു സെക്സ് അത് സ്കാൻഡൽ വിഷയമാണെങ്കിൽ അത് അങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതൊരു അഴിമതി വിഷയമാണെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതവിടെ നിൽക്കട്ടെ, അതിന്റെ വിഷയമല്ല. പക്ഷേ എനിക്ക് അറിയേണ്ടത്, അനിൽ ബോസിൽ നിന്ന് അറിയേണ്ട ഒരു ചോദ്യം, വസ്തുതകളില്ലാതെ അല്ല, ഞാൻ സമൂഹത്തിൽ ചോദിക്കുന്നത് ഉണ്ടയില്ല വെടികൾ ഉണ്ടാകുമ്പോൾ അരുണിനോട് ഞാൻ ആ ചോദിക്കുന്നത് വെടികൾ ഏറ്റെടുത്ത് പ്രതിധ്വനിപ്പിക്കുകയല്ലോ പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്നാണ്. ബിജു നായർ, നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയം കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട പ്രതിപക്ഷത്തെയും മെച്ചപ്പെട്ട പ്രതിപക്ഷ ആരോപണങ്ങളെയും അർഹിക്കുന്നില്ലേ? അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വരിക, കുമിളകൾ പോലെ അത് പൊതുസമൂഹത്തിൽ വരിക, പിന്നീട് അത് പൊട്ടിപ്പോകുമ്പോൾ ലജ്ജാകരമായി തലയും താഴ്ത്തി മടങ്ങേണ്ടി വരുന്നൊരു പ്രതിപക്ഷത്തെ കാണുന്നു. അതിനോടൊപ്പം കൂട്ടുചേരുകയാണ് BJPയുടെ പ്രതിനിധികൾ എന്ന് തോന്നുന്നു. ഇപ്പോൾ ഷോൺ ജോർജിന്റെ ആരോപണം വരുന്നു. ഒരു ഗൂഗിൾ സെർച്ച് ചെയ്താൽ കണ്ടെത്താമായിരുന്ന ഒരു വസ്തുതയാണ് എന്തോ ഒരു വലിയ സംഭവം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. അതാകട്ടെ ഒരു പകൽ അവസാനിക്കുമ്പോഴേക്കും ചീറ്റിപ്പോകുന്നത് കാണുകയും ചെയ്യുന്നു. ഇങ്ങനെയല്ലേ കേരളത്തിൽ ചർച്ചകൾ നടക്കുന്നത്? ആ ചർച്ചകളുടെ നിലവാരം കുറയ്ക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയല്ലേ ശ്രീ ബിജു നായർ? ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ച വഴി എന്താണ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഈ ഒരു സർക്കാർ, ഇടതു സർക്കാർ, വളരെ സംശുദ്ധമായ സർക്കാർ, ഇതുവരെ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ട സർക്കാരാണ് എന്നുള്ള ഒരു വാദമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത്. അതിന് നമ്മൾ സപ്പോർട്ടിങ് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? എത്രയോ കേസുകൾ, അന്വേഷണങ്ങൾ പല സ്റ്റേജസിലെത്തി നിൽക്കുകയാണ്. പക്ഷേ ഇന്ന് വന്ന ഏറ്റവും അവസാനം വന്ന, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം മുമ്പ് വന്ന ആരോപണത്തിൽ കഴമ്പില്ല എന്ന് നമ്മൾ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ്. അതിൻ്റെ വാസ്തവം എന്തോ ആകട്ടെ, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2016 LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ സർക്കാർ അന്ന് തൊട്ട് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉയരാത്ത രീതിയിൽ ആണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അഴിമതിയുടെ പേരിലായാലും മറ്റുള്ള ആരോപണങ്ങളുടെ പേരിലും മന്ത്രിമാർ വരെ രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ട കാര്യങ്ങൾ അനിൽ ബോസോട് അക്കമിട്ട് സംശയാതീതമായത് ഉന്നയിക്കണ്ടേ ബിജു നായർ? അതാണ് എന്റെ ചോദ്യം. ഇപ്പോ നമുക്ക് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ്, നേരത്തെ പ്രേംകുമാർ സൂചിപ്പിച്ചതാണ്, SIRT-യുമായി ബന്ധപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദം. എവിടെ പോയി SIRT? മാനഹാനിക്ക് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വാലുംചുരുട്ടി ഓടി. രണ്ടാമത്തത് ഈന്തപ്പഴത്തിൽ സ്വർണ്ണക്കടത്ത്, എവിടെ പോയി? അതും പോയി. ഖുറാനിൽ സ്വർണ്ണക്കടത്ത് പോയി കിട്ടി. സ്പ്രിംഗ്ലർ പോയി കിട്ടി. ഏറ്റവും ഒടുവിൽ എക്സാലോജിക്കും CMRL തമ്മിൽ അഴിമതി കേസ്, വിജിലൻസ് കോടതിയുടെ ഉത്തരവ്, ഒരു തെളിവുമില്ല. CMRL വഴിവിട്ട ബന്ധങ്ങൾ സർക്കാർ ചെയ്തു എന്നത് പറയാൻ. അങ്ങനെ ഓരോന്നോരോന്നെ ബാർക്കോഴ ഈ ആരോപണ വിധേയൻ തന്നെ ഒടുവിൽ ആ മൊഴി മാറ്റി പറയുന്നു. ഏറ്റവും ഒടുവിൽ എക്സാലോജി കൺസൾട്ടിംഗ് എന്ന് തെറ്റിപ്പറയുന്ന ഒരു കമ്പനിയും. ഇതാണ് തുടർച്ചയായിട്ട് അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ക്രെഡിബിലിറ്റിയല്ലേ അത് ബാധിക്കുന്നത് ബിജു നായർ? അല്ല, ഇവിടെ ഇപ്പം ക്രെഡിബിലിറ്റി സാധിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. നേരെ മറിച്ച് മന്ത്രിമാർക്ക് വരെ പുറത്തു പോകേണ്ട സിറ്റുവേഷനാണ് വന്നിട്ടുള്ളത്. പല കാര്യങ്ങളിലും U-turn ആണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം, സ്പ്രിംഗ്ലറിൻ്റെ കാര്യം എടുത്താൽ അവിടെ ഡേറ്റ മറിച്ച് വിൽക്കുവാൻ ശ്രമിക്കുന്നത്. എന്തിന്? പമ്പയിലെ മണലൂറ്റി വിൽക്കുന്നത് പോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഡേറ്റ വിൽക്കുവാനുള്ള ഒരു കരാറിലാണ് ഒപ്പിട്ടത്. ആ ഒപ്പിട്ട ആൾ തന്നെ അത് വഴിവിട്ട രീതിയിലാണ് അത് ഒപ്പിട്ടത്. പക്ഷേ അദ്ദേഹം അത് ന്യായീകരിക്കുവാൻ നടന്നതാണ്. നമുക്കറിയാം ആരാണ് അദ്ദേഹം. ശിവശങ്കർ തന്നെയാണ് അദ്ദേഹം. അന്ന് IT സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പിന്നെ ജയിലിൽ പോകേണ്ടി വന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ഒരു തുടർഭരണം ഉണ്ടായത് തന്നെ കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷമായിരിക്കുമ്പോൾ അവരുടെ ഒരു പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ്, പിന്നെ കിറ്റ് കൊടുത്തതിൻ്റെയും ഒരു ഫലമായി മാത്രമാണ്. അല്ലാതെ ഇന്ന് പോലും ഈ ഒരു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും ഒരു സംശുദ്ധ ഭരണമാണ് നമ്മൾ കാഴ്ചവെച്ചത് എന്ന് നട്ടല്ലുറപ്പോടെ പറയുവാൻ ഇടതു സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നൊക്കെയുള്ള empty സ്ലോഗലിയറിംഗിലേക്ക്, വെറും പൊള്ളയായ മുദ്രാവാക്യങ്ങളിലേക്ക് പോകേണ്ടി വന്നത്. ഇന്നും നമുക്കറിയാമെന്നുള്ള കാര്യമാണ്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി എത്രയോ തകിടം മറിഞ്ഞു കിടക്കുകയാണ്. അതിനു പിന്നിൽ ഒരേ ഒരു കാരണം നമുക്കിത് പറയുവാൻ സാധിക്കുകയാണെങ്കിൽ അത് ഇടതു സർക്കാരിന്റെ വീക്ഷണമില്ലാത്ത രീതിയിലുള്ള അതൊക്കെ ശരിയായിരിക്കാം. രീതിയിലുള്ള ഉൾക്കൊള്ളുമ്പോഴും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഉണ്ടയില്ല വേണ്ടി വരുമ്പോ അത് ഈ സർക്കാരിനെ പരോക്ഷമായി സഹായിക്കുകയല്ലേ ചെയ്യുക ബിജു? നോക്കൂ, ഇന്നെങ്കിലും ഈ ചർച്ച കാണുന്ന ആളുകൾക്ക് ബോധ്യമാവും ഇത്തരത്തിലാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ ഈ സർക്കാരിനെതിരെ എങ്ങനെയാണ് ഒരു ആരോപണം ഉന്നയിച്ചത് പൊതുമധ്യത്തിൽ സർക്കാരിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നത്. ആ തെളിവുകൾ കൊണ്ടുവരണ്ടേ? തെളിവുകളില്ലാതെ ഉണ്ടയില്ല വെടികളാകുമ്പോൾ സ്വാഭാവികം അതിന്റെ ആനുകൂല്യം നിങ്ങൾ പറയുന്ന ഭാവനയില്ലാത്ത സർക്കാരിന് കിട്ടുകയല്ലേ ചെയ്യുന്നത് ബിജു നായർ?
അപ്പൊ എന്തുകൊണ്ടാണ് സ്പ്രിംഗ്ലർ കരാറിൽ പിന്നോട്ട് പോകേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് പമ്പ മണലൂറ്റ് കാര്യത്തിൽ പിന്നോട്ട് പോകേണ്ടി വന്നത്? മരം മുറിക്കൽ കേസിൽ പിന്നോട്ട് പോകേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് മന്ത്രിമാർക്ക് രാജിവെച്ചൊഴിഞ്ഞു പോകേണ്ടി വന്നത്? ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ജനങ്ങളുടെ മറവിയെ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങൾ അവർ മറന്നുപോയി. പക്ഷേ ഈ നമ്മുടെ മുമ്പിലുള്ള ഇന്നത്തെ ഈ ഒരു വിഷയം, അതിൽ മെറിറ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ കേസുകളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നമ്മളൊരു ക്ലീൻ സർക്കാരിന് കൊണ്ടുവന്നാണല്ലോ CMRL വഴിവിട്ട സഹായം സംസ്ഥാന സർക്കാർ നൽകി എന്നുള്ളത്. താങ്കൾക്ക് അങ്ങനെ ഒരു ആക്ഷേപം ഇപ്പോൾ ഉണ്ടോ? അല്ല, ഇവിടെ ഇപ്പൊ SFIO, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഇൻവെസ്റ്റിഗേഷൻ, അത് മറ്റൊരു വിഷയമാണ്. അത് എക്സാലോജിക്കും CMRL. എന്റെ ചോദ്യം ഇതായിരുന്നു, കേരളത്തിൽ ഏറെക്കാലമായി നമ്മൾ ചർച്ച ചെയ്തു മാത്യു കുഴൽനാടന്റെ ഫസിൽ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഈ CMRL സർക്കാർ അഴിമതി കേസാണല്ലോ. അങ്ങനെ ഒരു ആരോപണം താങ്കൾക്കില്ലല്ലോ. കാര്യം വിജിലൻസ് കോടതി പരിശോധിച്ചതിന് ശേഷം ഒരു തെളിവുമില്ല എന്ന് കണ്ടെത്തി. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടതായിട്ട് നമ്മുടെ മുന്നിലും തെളിവുകളില്ല. അല്ല, ഇപ്പൊ SFIO ആ കേസ് ക്ലോസ് ചെയ്തിട്ടില്ല. അതിലെ വളരെ വ്യക്തമായ ഒരു ആരോപണമാണ് അവിടെ ഉള്ളത്. എന്താണ്? ആ കമ്പനിക്ക് കിട്ടിയ പൈസയൊന്നും അവർ ബിജു നായർ താങ്കൾ വായിച്ചിട്ടുണ്ടാവും. SFIOയുടെ കേസ് യഥാർത്ഥത്തിൽ എക്സാലോജിക്കുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. അതിൽ 90 കോടിയോളം രൂപ വിവിധ പാർട്ടി പ്രവർത്തകരടക്കം വാങ്ങിയ കേസുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത്. അതിൽ 1,72,00,000 രൂപ മാത്രമാണ് എക്സാലോജിക്കിന് ലഭിച്ചിരിക്കുന്നത്. അതാണ് ആ വിഷയം എന്ന് പറയുന്നത്. അത് വിശാലമായൊരു രാഷ്ട്രീയ അഴിമതിയുടെ കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പ്രേംകുമാർ ഒരിക്കൽ കൂടി പോകുന്നു. പ്രേംകുമാർ നോക്കൂ, ഇവിടെ ബിജു നായർ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷത്തിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് സർക്കാർ രക്ഷപ്പെട്ടു പോകുന്നത് എന്നാണ്. ഈ സർക്കാരിനെ വെള്ളപൂശാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ചർച്ചകൾ പോലും അത്തരത്തിൽ ആയി മാറുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. പക്ഷേ അപ്പോഴും സംശയാതീതമായി നിൽക്കാൻ പിണറായി വിജയൻ സർക്കാരിന് സാധിക്കുന്നുണ്ടോ എന്നാണ് ബിജു നായർ അടക്കം ചോദിക്കുന്നത്. അല്ല, ബിജു നായർ ആരാണെന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അഫിലിയേഷനും അറിയില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എത്രയോ തവണ ചർച്ച ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ പൊതുവായിട്ട് ഞാൻ പറയട്ടെ, ഒന്നാം പിണറായി സർക്കാരായിരുന്നാലും രണ്ടാം പിണറായി സർക്കാരായിരുന്നാലും 100% പെർഫെക്റ്റ് ആണെന്ന് ഒരു കാരണവശാലും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, കുറേ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഭരണതലത്തിൽ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിച്ച് ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു ഇടതുപക്ഷ സർക്കാർ ചെയ്യേണ്ടത്. അതിനെതിരെ ക്രിയാത്മകമായി ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങളും ജാഗ്രതയും കാണിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം. BJPക്ക് പിന്നെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അവർ വേറെന്തോ ചെയ്യുന്ന ടീമാണ്. അവർ ഈ ജനാധിപത്യ സിസ്റ്റത്തിൽ പോലും വർക്ക് ചെയ്യാത്ത ആൾക്കാരാണ്. അവിടെയാണ് VD സതീശനൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഭയങ്കര നിരാശയുണ്ടാക്കുന്നത്. ഈ വെറും ഡയലോഗ് എന്ന് അദ്ദേഹത്തിന്റെ ഇനീഷ്യലിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ എനിക്കൊക്കെ സങ്കടം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ആവരുത് അദ്ദേഹം എന്നുള്ളതുകൊണ്ട്. ഇപ്പോഴുള്ള ഇൻസിഡൻസ് ഒക്കെ നോക്കുമ്പോൾ അതുമല്ല തോന്നുന്നു. കാരണം നോക്കൂ, നിങ്ങൾ രാവിലെ 8:45 മണിക്ക് ഒരു ശബ്ദരേഖ പുറത്തു വരുന്നു. അരമണിക്കൂറിനുള്ളിൽ VD സതീശൻ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ബാർക്കോഴയെ പറ്റി പ്രസ്താവന നടത്തുന്നു. 10:50 11 മണിക്കാണ് MP രാജേഷ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതോടെ ആ സാധനം പോകുന്നു. സങ്കടം എന്ന് പറയട്ടെ, പിന്നെ 2-3 ദിവസം ചാനലുകളിൽ ചർച്ച നടക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പോലും വകുപ്പില്ല എന്ന് പറയുന്നു. ബാർക്കോഴ ആ വഴി പോകുന്നു. അരുൺ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ രാമനാട്ടുകരയിൽ കോഴിക്കോട് ടൗണിൽ എൻ്റെ ഫ്ലാറ്റിലേക്ക് വരികയാണ്. 10 മിനിറ്റാണ് ഞാൻ എൻ്റെ ഫോണിൽ സെർച്ച് ചെയ്തിട്ടുള്ളത് ഈ കമ്പനിയെ പറ്റിയിട്ട്. ഞാൻ ഇവിടെ പറഞ്ഞ വിവരങ്ങൾ മുഴുവൻ അവിടുന്ന് കിട്ടിയതാണ്. അതുപോലും അന്വേഷിക്കാതെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതുകൊണ്ട് ആരാണ് ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആരും ബെനിഫിറ്റ് ചെയ്യുന്നില്ല. പ്രതിപക്ഷം എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ വാല്യൂ കംപ്ലീറ്റ് നശിപ്പിക്കുന്നു. രണ്ടാമത്തത്, ഇത് ഏറ്റെടുത്തിട്ട് ഇന്ന് ചർച്ചയിൽ അരുൺകുമാർ കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അല്ലാതെ എങ്കിൽ പോലും ഏറ്റെടുക്കുന്ന മാധ്യമങ്ങളുടെ വിശ്വാസ്യത കംപ്ലീറ്റ് തകരുന്നു. ഇടതുപക്ഷ മുന്നണിയെ ഇത് ദോഷകരമായി ബാധിക്കുന്നു ഞാൻ വിചാരിക്കുന്നത്. കാരണം ശക്തമായൊരു പ്രതിപക്ഷം ഇല്ലാത്ത, ക്രിട്ടിക്കലായ ഒരു പ്രതിപക്ഷം ഇല്ലാത്ത അവസ്ഥ, വായി തോന്നി എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളുകളാവുന്നു പ്രതിപക്ഷം എന്നുള്ളത് ഇവരുടെ ജാഗ്രത കുറവാണ് ഉണ്ടാക്കുക, ജാഗ്രത കൂടുതലല്ല. അതുകൊണ്ട് ആരെയും ഇത് ഗുണകരമായിട്ട് ബാധിക്കുന്നില്ല. പക്ഷെ ഇവരെനി പറഞ്ഞാൽ നന്നാവുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം നിരാശയുടെ പടുകുഴിയിൽ കേരളത്തിലെ UDF എന്നുള്ളത്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത, കേരള ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത, നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലാണ്. അവരാരെവിടുന്ന് എന്ത് വിവരക്കേട് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ ഏറ്റെടുത്ത് തലയിലേക്ക് വലിച്ചു വാരിടും. നാളെ നിങ്ങൾ VD സതീശനോട് ചോദിച്ചു നോക്കൂ, അദ്ദേഹം എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞ് ഊരിപ്പോവും. ചെറിയ കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ടാണ് KSUവിന്റെ ക്യാമ്പിൽ നടന്ന കള്ളു കുടിച്ചിട്ടുള്ള അടിയെപ്പറ്റി പറഞ്ഞത്. ചെറിയ കുട്ടികൾ കള്ളു കുടിച്ചാലാണ് വലിയ ഒഫൻസ്. വലിയ ആളുകൾക്ക് കള്ളു കുടിക്കാം. 23 വയസ്സ് പറയുന്നത്.
ഫോൺ കട്ടായി പോയിരുന്നു, ഒന്നുകൂടെ പറഞ്ഞാൽ ഉപകാരം. ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വിശ്വാസ്യതയാണ് തകർക്കപ്പെടുന്നത്. അത് ആ അർത്ഥത്തിൽ, വിശാല രാഷ്ട്രീയ അർത്ഥത്തിൽ ഇടതുമുന്നണിയുടെ കൂടി പരാജയമായി മാറുകയും ചെയ്തു. ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമാകാൻ കഴിയുന്നില്ല, വെറും ഡയലോഗായി മാറുകയാണോ വി.ഡി. സതീശൻ എന്നുള്ളതാണ് പ്രേംകുമാർ ആശങ്കപ്പെടുന്നത്. പ്രേംകുമാർ അങ്ങനെ എന്ത് വേണമെങ്കിലും ആശങ്കപ്പെടാമല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിക്കും ആശങ്കപ്പെടാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി എന്തുകൊണ്ടാണ് ഇവർ വി.ഡി. സതീശനെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്? അത് സ്ഥിരമായ ഇവരുടെ രീതിയാണ്. ആദ്യം ഏറ്റവും നന്നായി ഒരു പ്രദേശത്ത് ഒരു പൊതുപ്രവർത്തനായി ഉയർന്നു വരുന്നവനെ ഇവർ വി.ഡി. സതീശനെതിരെ സ്ത്രീ വിഷയം എന്താ ഉന്നയിക്കാത്തതെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു പൊതുസ്വഭാവം വെച്ച് നാട്ടിൽ പ്രാദേശികമായി കോൺഗ്രസ് പാർട്ടിയിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലെയോ CPM അല്ലാത്ത ആളുകളുടെ ആരെങ്കിലും പ്രവർത്തന രംഗത്ത് സജീവമായി അവൻ മിടുക്കനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം തന്നെ ചെയ്യുന്നത് അവരെ വ്യക്തിഹത്യ ചെയ്യാൻ അവർക്കെന്നുള്ളതാണ് ഇവരുടെ രീതി. അത് അത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നതായിരുന്നു വിമർശനം. അനിൽ ബോസ് 8 മണി കഴിഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് പ്രതിപക്ഷം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഓരോ വിഷയങ്ങളും പ്രതിപക്ഷം ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഇട്ടേച്ചോടേണ്ട ഗതികേട് ഈ ഗവൺമെന്റ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യം കോവിഡിന്റെ ആനുകൂല്യം കിട്ടി, ഒന്നാം ഇവിടുന്ന് ഭരണം പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനമെന്ന്. അങ്ങനെ ഷോൺ ജോർജിന്റെ ആരോപണവും ചീറ്റിപ്പോയി. ഇനി MV നികേഷ് കുമാറിന്റെ ചർച്ചയാണ്. ഡിബേറ്റ് വിത്ത് MV നികേഷ് കുമാർ കാണാം. Debate with Arun Kumar.